അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ സംഘത്തെ മുഴുവനും അവർ മൃഗീയമായി കൊന്നുകളഞ്ഞു. പ്രതിരോധിക്കാൻ കഴിയില്ല, ആയുധമില്ല, ആൾബലമില്ല, ആവശ്യമായ ഭക്ഷണമോ പോഷകമോ ലഭിച്ചിട്ടുള്ളവരോ ലഭിക്കുന്നവരോ അല്ല. പിന്നെ നമുക്കൊന്നും പറയാനില്ല. ബനു ആമിറും ബനു സുലൈമും തുടങ്ങിയ വലിയ കുടുംബങ്ങളാണ് ചാടി വീണിരിക്കുന്നത്. എല്ലാവരെയും കൊന്നു എന്ന് പറയാം. ഒരാൾ മാത്രമാണ് ബാക്കിയായത്, മഹാനായ കഅബ് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ ആ സംഭവം കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും സമയങ്ങൾക്കുള്ളിൽ ആ പ്രദേശത്തിലൂടെ 2 സഹാബിമാർ വരാനിടയായി. ഒരുപക്ഷേ തൻ്റെ ഈ സഹാബിമാർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നബി പറഞ്ഞയച്ചതുമാവാം. ഏതായിരുന്നാലും 2 സഹാബിമാർ, ഒന്ന് അംർ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു, രണ്ടാമത്തേത് മുന്തിർ ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 2 സഹാബിമാർ, അംർ ബിൻ ഉമയ്യയും അതുപോലെ തന്നെ ഉഖ്ബ, മഹാനായ മുന്തിർ ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹു, ഈ 2 ആൾക്കാരും ആ വഴിക്ക് വന്നു. അവർ ദൂരെ നിന്ന് ഒരു പ്രദേശത്ത് പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നത് കണ്ടു. പക്ഷികൾ വട്ടമിട്ട് പറക്കുമ്പോൾ അവിടെ വെള്ളമുണ്ട് എന്നാണ് അതിൻ്റെ സൂചന. അതേസമയം പക്ഷികൾ കലപില ശബ്ദത്തോടുകൂടെ വട്ടമിട്ട് പറക്കുന്നു എങ്കിൽ, അതായത് അശാന്തരായിട്ടാണ് വട്ടമിട്ട് പറക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ എന്തോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ്. അതൊക്കെ അറബികൾക്കറിയാം. അങ്ങനെ അവർ 2 പേരും വന്നു നോക്കുമ്പോൾ ദയനീയമായ ഈ കാഴ്ചയാണ് കണ്ടത്. ഉടനെ അവർ അവിടേക്ക് ചെന്നു. അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അവർ ഏറ്റുമുട്ടി. ആ ഏറ്റുമുട്ടലിൽ ആ സംഘത്തിലുണ്ടായിരുന്ന മഹാനായ മുന്തിർ ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹു ഷഹീദായി, കൊല്ലപ്പെട്ടു. പിന്നെ അംർ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. അദ്ദേഹം മദീനയിലേക്ക് പുറപ്പെട്ടു. ഈ ദുഃഖത്തിൻ്റെ വാർത്തയും ആയി അദ്ദേഹം മദീനയിലേക്ക് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവരം അറിയിക്കണമല്ലോ, അതിനുവേണ്ടി അദ്ദേഹം പുറപ്പെട്ടു. അദ്ദേഹം മദീനയിലേക്ക് പോകുന്ന വഴി ഖുർഖുറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. അവിടെ വെച്ച് അദ്ദേഹം 2 ആൾക്കാരെ കണ്ടു. ആ 2 ആൾക്കാർ ബനു കൽബ് ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരാണ്. ബനു കൽബ് ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ മുശ്രിക്കീങ്ങളുടെ പക്ഷത്തുള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ 2 ആൾക്കാരോട് അംർ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു ഏറ്റുമുട്ടി. പിടുന്നനെയുള്ള ഏറ്റുമുട്ടലിൽ അവർ 2 പേർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. 2 പേരെയും അംർ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു വധിച്ചു കളഞ്ഞു. മാത്രമല്ല, തൻ്റെ ആൾക്കാരെ, സഹാബിമാരെ വധിച്ചതിന് മുശ്രിക്കീങ്ങൾക്കുള്ള പ്രതികാരമാണ്, ഇത്രയെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നൊക്കെയുള്ള ഒരു സന്തോഷത്തോടെ അദ്ദേഹം നിൽക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം നേരെ മദീനയിലെത്തി ഈ ദുഃഖത്തിൻ്റെ സന്ദേശം നബിക്ക് കൈമാറി. മഹാനായ നബിയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം വേദനിച്ച, മദീനയിലാകമാനം ദുഃഖം ഘനീഭവിച്ചു നിന്ന ഒരു സംഭവമായിരുന്നു ബിഅ്ർ മഊന സംഭവം. ഹിജ്റ 4-ാം വർഷത്തിലാണ് ആ സംഭവം നടക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അംർ ബിൻ ഉമയ്യ തുടർന്ന് പറഞ്ഞു, ബനു കൽബ് ഗോത്രക്കാർ, അവരിൽപ്പെട്ട 2 ആൾക്കാരെ നബിയെ ഞാൻ വഴിക്ക് വെച്ച് കണ്ടുമുട്ടി, അവരെ ഞാൻ വധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകെ വിഭ്രാന്തിയോടുകൂടെ ചോദിച്ചു, ബനു കൽബ് കുടുംബക്കാരെയോ? എന്തായിരുന്നു കാര്യം എന്നറിയാമോ? ബനു കൽബ് കുടുംബക്കാർ ഇസ്ലാമിലെത്തിയിട്ടില്ലെങ്കിലും അവർ നബിയുമായി സന്ധിയിലിരിക്കുകയായിരുന്നു. അതായത് നബി അവർക്ക് അഭയം നൽകിയിരുന്നു. നബി അഭയം നൽകിയ 2 ആൾക്കാരെയാണ് അംർ ബിൻ ഉമയ്യ കൊന്നിരിക്കുന്നത്. അത് വലിയ ഒരു തെറ്റാണ്.
അത് സാരല്ല, അതിനി അങ്ങനെ ആവട്ടെ, അവരൊക്കെ നമ്മുടെ ശത്രുക്കളല്ലേ എന്ന് നബി കരുതില്ല. കാരണം നീതി, നിയമം അതൊക്കെ എല്ലാ മതക്കാരോടാണെങ്കിലും മതമില്ലാത്തവരോടാണെങ്കിലും ഒരേ അകലത്തിലായിരിക്കണമെന്ന് ഇസ്ലാം ശഠിക്കുന്നുണ്ട്, ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഇനി രണ്ട് മാർഗ്ഗമേ ഉള്ളൂ, ഒരു മാർഗ്ഗമേ ഉള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ കൊല്ലപ്പെട്ട രണ്ടാൾക്കാരുടെയും ദിയ നൽകുക, ബ്ലഡ് മണി നൽകുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനുവേണ്ടി സാമ്പത്തിക ശേഷിയുള്ള സഹാബിമാരോടെല്ലാവരോടും സഹായിക്കാൻ പറഞ്ഞു. ഈ രണ്ടാൾക്കാരുടെ ദിയ പണം നാം നൽകണം, അതിനുവേണ്ടി നിങ്ങളെല്ലാവരും സഹായിക്കണം. സഹാബിവര്യന്മാരുടെ കയ്യിലൊന്നും സത്യത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. സഹാബിമാരുടെ ദാരിദ്ര്യം മാറുന്നത് തന്നെ ഒരളവോളം മാറുന്നത്, സഹാബിമാരിൽ തന്നെ പലരും പറയുന്നത് പോലെ ഞങ്ങളുടെ വയറിൻ്റെ മടക്കുകൾ നിവർന്നത് ഖൈബർ യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണെന്നാണ്. ഖൈബർ യുദ്ധം ഹിജ്റ 7-ാം വർഷമായിരുന്നു. അതിലേക്കൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് വരും. അപ്പോൾ ആരുടെ കയ്യിലൊന്നുമില്ല കാര്യമായിട്ട്. അതുകൊണ്ട് നബി കിട്ടിയതൊക്കെ വാങ്ങി, പക്ഷേ അത് തികയുമായിരുന്നില്ല. അപ്പോൾ വേറെ ഒരു കാര്യം കൂടിയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ മദീനയിലെ ജൂതന്മാരുമായിട്ടും നബി കരാറിലിരിക്കുകയാണ്. ആയതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ജൂതന്മാരറിയണം, അവരും അതിൽ ഭാഗഭാക്കാവണം. അതുകൊണ്ട് ജൂതന്മാരുടെ അടുക്കലേക്ക്, അവരുടെ കുടുംബത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരു സംഘം ആൾക്കാരും പോയി. നബിയും സംഘവും പോയത് ബനൂ നളീർ കുടുംബത്തിൻ്റെ അടുത്തേക്കായിരുന്നു. ജൂതന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബങ്ങളിൽ ഒന്നായിരുന്നു ബനൂ നളീർ. ബനൂ നളീറിനോട് സഹായം ചോദിക്കാൻ നബി അവിടെ എത്തി. അതോടെ അത് മറ്റൊരു ചരിത്രമായി മാറുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.